ഹായ്, നമസ്കാരം. രാഷ്ട്രീയ നേതാക്കൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാറുണ്ട്. അവർ വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എന്തോ ഞാൻ വലിയ കാര്യം പറയുന്നു എന്ന തരത്തിലാണ് അവർ ചില കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് അതിൽ ഉള്ളിൽ കിടക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥമില്ലായ്മയാണ് നമ്മൾ അത് കേൾക്കുമ്പോൾ ചിരി തോന്നുന്നത്. എന്തൊരു പുച്ഛമാണ് നമുക്ക് ചിലപ്പോൾ അവരോട് തോന്നുന്നത്. കാരണം അവർ പറയുന്ന വാക്കുകളിൽ യാതൊരു വിധമായ അർത്ഥവുമില്ല, യാതൊരു വിധമായ ആത്മാർത്ഥതയുമില്ല എന്ന് കാണുമ്പോഴാണ് നമുക്ക് ചിരിക്കാൻ തോന്നുന്നത്. ഇപ്പോഴിതാ DYFI വലിയ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, മഹത്തായ കാര്യം പറഞ്ഞിരിക്കുന്നു. എന്താണെന്നറിയാമോ? പൊതുമുതൽ നശിപ്പിച്ചാൽ പോലീസ് കേസെടുക്കും. ആണെന്നേ, പൊതുമുതൽ നശിപ്പിച്ചാൽ പോലീസ് കേസെടുക്കും. എന്തൊരു തത്വജ്ഞാനമാണ്! ഒരു വല്ലാത്ത കൊട്ടേഷനാണ്. പൊതുമുതൽ നശിപ്പിച്ചാൽ പോലീസ് കേസെടുക്കും പറയുന്നത് DYFI സംസ്ഥാന സെക്രട്ടറി സനോജ് ആണ്. അപ്പൊ സനോജിന് അങ്ങനെ പറയാമോ പറഞ്ഞുകൂടെ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞോട്ടെ, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ DYFIക്കാർ ഇവിടെ പൊതുമുതൽ നശിപ്പിക്കാറില്ല. അവർ നടത്തുന്ന സമരങ്ങളെല്ലാം വളരെ സമാധാനപരമായിട്ടാണ്. അവർ റോഡിൽ സമരം നടത്തിയാൽ മറ്റ് റോഡിൽ പോകുന്ന വാഹനങ്ങൾക്കോ യാത്രക്കാർക്കോ ഒന്നും ഒരു തടസ്സമോ യാതൊരു പ്രയാസമോ അവരുണ്ടാക്കില്ല. വളരെ മാന്യമായിട്ട് ഒതുങ്ങി വളരെ മാതൃകാപരമായി സമരം നടത്തുന്നവരാണ് DYFIക്കാർ. DYFIക്കാരുടെ മൂത്തവരായ CPMകാർ നടത്തുന്നതും വളരെ സമാധാനപരമായിട്ടാണ്. അവർ പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല, നശിപ്പിക്കുകയുമില്ല എന്നൊക്കെ തന്നെയല്ലേ നമ്മളെ ഈ DYFIക്കാരൻ്റെ ഈ പ്രസ്താവനയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിനെ കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തനോ മറ്റോ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചാൽ കേസെടുക്കും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. DYFIയുടെയും SFIയുടെയും പഴയകാല സമര ചരിത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊന്ന് പുറകോട്ട് നോക്കിയാൽ ഇവരെന്തുകൊണ്ടാണ് ഈ പിറക്കോട്ട് നോക്കി കാര്യങ്ങൾ വിശകലനം ചെയ്യാത്തത്? അല്പമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ആത്മബോധമുണ്ടെങ്കിൽ, ആത്മാഭിമാനമുണ്ടെങ്കിൽ, പണ്ട് ഞാൻ ഇതിൻ്റെ 10 ഇരട്ടി ചെയ്തവനാണ് എങ്ങനെ എനിക്ക് ഇവരെ കുറ്റം പറയാൻ കഴിയും എന്ന് തോന്നിപ്പോവും അല്ലേ? പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നും. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ, ചെറുപ്പക്കാർ, പിള്ളേർ, പുതിയ തലമുറ ചില കാര്യങ്ങൾ കാണുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കുറ്റം പറയുന്നത് കാണാം. അത് ഭയങ്കരമായിട്ട് കുറ്റം പറയും. അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിന്റെ ചെറുപ്പകാലത്ത് എന്തായിരുന്നു? നീ എന്നല്ല, എനിക്കറിയാവുന്നവരായിരിക്കും. നീ ഇന്ന കാര്യങ്ങൾ നീ കുട്ടിക്കാലത്ത് ചെയ്തിട്ടില്ലേ? അതിൻ്റെ 4-1 പോലും ഇപ്പോൾ ഈ പിള്ളേർ ചെയ്യുന്നില്ലല്ലോ. നീ ഇവനെ എന്തിനാണ് കുറ്റം പറയുന്നത്? അപ്പോൾ അല്ല, അത് പിന്നെ എന്നാലും അവരൊക്കെ അത് ചെയ്യാമോ എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന ഒരു സമൂഹം. അതാണ് ഈ DYFIയും അത് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ നിയമസഭയ്ക്കകത്ത് കയറി സ്പീക്കറുടെ കസേര മറിച്ചിടുന്നു, ചേംബർ നശിപ്പിക്കുന്നു, കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നു. ഇതൊന്നും പൊതുമുതൽ നശിപ്പിക്കലല്ലെന്നേ, അതൊക്കെ സമരമാണെന്നേ. DYFIയുടെ ഇപ്പോഴത്തെ തത്വജ്ഞാനം അനുസരിച്ച് നമ്മൾ കാണേണ്ടത് അതിന് പൊതുമുതൽ നശിപ്പിക്കലല്ല. അതിനെ നിങ്ങൾ പൊതുമുതൽ നശിപ്പിക്കുകയാണെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് തലയ്ക്കെന്തോ പറ്റിയിരിക്കുന്നു. ഞങ്ങൾ സമരം ചെയ്തതാണെന്നേ. അത് നിയമസഭയിലായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും ശരി, ഞങ്ങൾ നടത്തുന്ന സമരമെല്ലാം സമാധാനപരമാണ്. അതിനെ അക്രമം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിന് തകരാറാണ് എന്നാണ് ഇപ്പോൾ DYFIയുടെ ഈ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും DYFIയുടെ പഴയ സമരങ്ങളൊന്നും ഓർക്കുക. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലുകളിൽ അപ്പോഴപ്പോഴൊക്കെ അവർ പഴയ സമരങ്ങളൊന്ന് ഓർമ്മിപ്പിക്കും. ആ സമരത്തിൻ്റെ വിഷ്വൽസ് എല്ലാം അവരെടുത്ത് കാണിക്കും. ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ പഴയ സമരങ്ങൾ ഒന്ന് യൂട്യൂബിലോ മറ്റോ അടിച്ചു നോക്കിയാൽ കിട്ടും. നിങ്ങൾ എവിടെയെല്ലാം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കല്ലുകൾ കൊണ്ട്, ചുടുകല്ലുകൾ കൊണ്ട് നിറഞ്ഞു കിടന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു. കോളേജ് ക്യാമ്പസിൽ നിന്നും ബുള്ളറ്റ് വരുന്ന പോലെ കല്ലുകൾ പറന്നു വന്ന കാലമുണ്ടായിരുന്നു. പോലീസുകാരുടെ തല പൊട്ടിയതും വാഹനങ്ങളുടെ ചില്ലുകൾ തകർത്തതും വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചതും നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര പോലീസുകാർക്കാണ് അപകടം പറ്റി അവർ ആശുപത്രിയിലായിട്ടുള്ളത്? എത്ര പോലീസുകാരാണ് നിങ്ങൾ തല്ലി ചതച്ചിട്ടുള്ളത്? എത്ര വാഹനങ്ങളാണ്, സർക്കാർ വാഹനങ്ങൾ, കേരള സർക്കാർ എന്ന് ബോർഡ് കണ്ടാൽ നിങ്ങൾ അടിച്ചു തകർക്കുന്നത്? അത് കോളേജിന്റെ ആയിരുന്നാലും ശരി, സ്കൂളിന്റെ ആയിരുന്നാലും ശരി, അതുപോലെ തന്നെ ഏതെങ്കിലും സമാധാനമായ ഏതിൻ്റെ ആയിരുന്നാലും ശരി, പോലീസ് വാഹനങ്ങൾ ആവണമെന്നില്ല. കേരള സർക്കാർ എന്ന് ബോർഡ് കണ്ടാൽ നിങ്ങൾ അടിച്ചു തകർത്തിട്ടുണ്ട്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാത്രമല്ല, നിങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു സമരം നടത്തി കഴിഞ്ഞാൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം നടത്തി കഴിഞ്ഞാൽ, തിരുവനന്തപുരം പട്ടണത്തിൽ എവിടെ വെച്ചും, അത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ വെച്ചാണെങ്കിലോ, സംസ്കൃത കോളേജിന്റെ മുന്നിൽ വെച്ചാണെങ്കിലോ, ബേക്കറിക്ക് സമീപത്താണെങ്കിലോ, അതല്ലെങ്കിൽ ഓവർബ്രിഡ്ജിന്റെ സമീപത്താണെങ്കിലോ, ഇല്ലെങ്കിൽ തമ്പാനൂരാണെങ്കിലോ അതുവഴി പോകുന്ന ഒരു സർക്കാർ വണ്ടിയെ നിങ്ങൾ തടഞ്ഞു നിർത്തി എറിയുകയും കത്തിക്കുകയും ചെയ്തിട്ടില്ലേ? ഡിഫിക്കാര, ഒന്ന് അറിയാതെ ഒന്ന് സ്വയം ഒന്ന് മനസ്സിൽ കൈവച്ചുകൊണ്ട് ഒന്ന് പറയുക ഉത്തരം.